ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. പൊന്നൂസിന് ഭയങ്കര പേടിയായിട്ടാ കമ്പിപ്പൂത്തിരിയൊക്കെ കത്തിക്കാൻ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കത്തിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ പേടിയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ കൊല്ലം അവൾ വാഴയുടെ തണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയിട്ടാട്ടോ അവൾ കമ്പിപ്പൂത്തിരിയൊക്കെ കത്തിച്ചത്. ഇപ്രാവശ്യം ഇത് കണ്ടപ്പോൾ തന്നെ അവൾ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കത്തിച്ചിട്ട് അവിടെ കയ്യിൽ കൊടുക്കാൻ നോക്കിയപ്പോഴേക്കും അവൾ ഓടി. അപ്പോൾ പിന്നെ വാഴയുടെ തണ്ട് വെട്ടിക്കൊണ്ടുവന്നിട്ട് വേണം അവളെ കൊണ്ട് ഇതൊക്കെ ഒന്ന് കത്തിപ്പിച്ച് നോക്കാൻ. അപ്പോൾ ഇതാ കിച്ചു മോനെ അതൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ നോണ്ട് അപ്പോഴേക്കും അത് കേടുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കണ്ണനും കിച്ചും പടക്കും മാലപ്പടക്കും ഗുണ്ടൊക്കെ പൊട്ടിച്ചിട്ടാ. കിച്ചുവിൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളി പടക്കം പൊട്ടിച്ചിട്ട് ഏട്ടനാച്ച ഇതാ പൊന്നൂസിൻ്റെ പേടിയൊക്കെ മാറ്റാനാട്ടാ ഈ രണ്ട് കയ്യിലും കമ്പിപ്പൂത്തിരി കത്തിച്ചിട്ട് നടക്കണം. അങ്ങനെയെങ്കിലും അവളൊന്ന് കത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവസാനം നമ്മുടെ പൊന്നൂസ് ഇതാ കമ്പിപ്പൂത്തിരി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പേടിയുണ്ട് അവൾക്ക് നല്ല. അപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. അവൾക്ക് പേടിച്ചിട്ട് അവളവിടെ അങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ പിന്നെ ഏട്ടൻ പേടിച്ചിട്ട് അത് കത്തിച്ചു കേട്ടോ. കുട്ടികൾ കത്തിച്ച് കാണാനായിട്ട് ഇത് അമ്മ ഉമ്മർത്തിരിക്കുന്നുണ്ട്. പൊന്നൂസ് ഇരുന്നിട്ട് എല്ലാം ഒതുക്കി പെറുക്കി വെക്കുക കേട്ടോ. അപ്പോൾ കിച്ചുമോനാണെച്ചെങ്കിൽ ആ കമ്പിപ്പൂത്തിരി കത്തിച്ച് നടക്കുകയാണ് കേട്ടോ അവൻ. പിന്നെ ഏട്ടൻ കത്തിച്ചത് ഇതാ മാലപ്പടക്കാണ് കേട്ടോ. അപ്പം കത്തിച്ച ഉടനെ ഏട്ടൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അത് കണ്ടില്ലേ നന്നായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. ചെവിയൊക്കെ പോയി അന്ന് പടക്കും ഗുണ്ടും മാലപ്പടക്കൊക്കെ ആയിട്ട്. പിന്നെ ഞാനാട്ടാ കത്തിച്ചത്. ഇത് കുട്ടികൾ പറയണത് ഇതിൻ്റെ പേര് പിരിപിരി എന്നാണ്. അപ്പോൾ ആദ്യം കത്തിച്ചപ്പോൾ അത് പൊട്ടിയിട്ടാ. പിന്നെ രണ്ടാമത് കത്തിച്ചതാണിത് കേട്ടോ. ആദ്യം കഴിഞ്ഞെല്ലാം വരെ ഞാൻ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കൽ കേട്ടോ. ഇപ്രാവശ്യം മക്കൾ എല്ലാം ഏറ്റവും. പിന്നെ ഞങ്ങൾ കത്തിച്ചത് ആ തലച്ചക്രമാണ് കേട്ടോ. ഞങ്ങളിവിടെ തലച്ചക്രം എന്നാണ് പറയുക. ചില സൈഡിൽ ഇതിനെ വിഷ്ണു ചക്രം എന്നും പറയും കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ കത്തിച്ചത് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ കുട്ടികൾ പറഞ്ഞിട്ടുള്ള പിരിപിരി. ഇവിടെ ഷീറ്റ് ഞാൻ ആ സൈഡിലാണ് കത്തിക്കണത്. പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പൊന്നൂസും പോയി കുളിച്ചു. അതിനുശേഷം നമുക്ക് കണി ഒരുക്കണ്ടേ. അതിനായിട്ട് തുളസിമാല കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ണന് ചാർത്തി കൊടുത്തു കേട്ടോ. ഉരുളി എടുത്തിട്ടുണ്ട്. ഓട്ടുരുളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉണങ്ങല്ലേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കണി വയ്ക്കാനായിട്ട് ഇതാ ഉരുളിയിൽ ഇതാ വെള്ളിരിക്ക, മാങ്ങ, ചക്ക, മുന്തിരി, ഓറഞ്ച്, നാളികേരം, പിന്നെ കോടിമുണ്ട്, വാൽക്കണ്ണാടി കേട്ടോ. ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്നൂസാണ് ചെയ്യുന്നത്. പൊന്നൂസിന് വലിയ ആഗ്രഹം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ കണിക്കൊന്നയും കൂടി ഉരുളിയുടെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറ്റില അടയ്ക്കുക, അതിൽ പിന്നെ പൈസയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കത് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അത് എങ്ങനെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ എന്തെങ്കിലും വെക്കും, മാല വള എന്താണെന്ന് വെച്ചെങ്കിൽ അത് വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ കണി ഒരുക്കിയിരുന്നത്. ഏട്ടന്മാരും വലിയമാരുടെ മക്കളൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടിയിട്ട് ഏട്ടാ കണി ഒരുക്കുക. അതൊരു കാലം. അപ്പം അങ്ങനെ ഇതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ ഇങ്ങനെ വെക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളിതാ കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിന് തന്നെ ഒരുപാട് സന്തോഷമായി കേട്ടോ. അവളിങ്ങനെ കണി ഒരുക്കിയപ്പോൾ അവൾ എന്നിട്ട് അതന്നെ പറയും ഇനി അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വിഷുക്കണി ഒരുക്കി ഇറച്ചി നെയ്ച്ചിട്ട് കണി കാണുകയൊക്കെ ചെയ്തു. കുട്ടികളേനെയും അമ്മേനെയും ഏട്ടനും എല്ലാവരും വിളിച്ച് കണി കാണിപ്പിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാ ഞാനൊന്നും കൂടി വിളക്ക് വെച്ച് കൊടുത്ത് ഒന്ന് തൊഴുകയാണ് കേട്ടോ. എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ നേരെ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ വിഷുവിന് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുക അടയാണ് കേട്ടോ. അപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് അത് വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് അരിപ്പൊടി അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാനിതാ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അരിപ്പൊടി ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചപ്പോൾ ഞാനിതാ പൊടിയും കൂടി അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അട ഉണ്ടാക്കാനായിട്ട് ഇതാ വാഴൻ്റെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരവും ശർക്കരയും കൂടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മാവ് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ കുറച്ചിട്ടിട്ട് അങ്ങനെ കുഴച്ചെടുത്തു കേട്ടോ. ഇലയിൽ നമ്മളിതാ മാവ് എടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇത് പരത്തിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ശർക്കരയും നാളികേരവും കൂടി കുഴച്ച് വെച്ചിട്ടില്ലേ അതും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അട വേവിച്ചെടുക്കാനായിട്ട് ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. അത് ചൂടായപ്പോൾ ഇതാ നമ്മൾ അട പരത്തി വെച്ചതും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവുമ്പോൾ അപ്പുറം മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ചിലരിത് പുഴുങ്ങിയെടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ചിട്ട്. ഞങ്ങളിങ്ങനെ ഏട്ടാ ചെയ്യാറ്. ഏട്ടന് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി കുളിയൊക്കെ കഴിഞ്ഞു. ചോറിന് അരി അടുപ്പത്തിടൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങളിതാ ഒന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് അവിടെ ആമക്കാവ് അമ്പലത്തിലേക്ക് ഏട്ടാ ഞങ്ങൾ പോയത്.
അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏട്ടൻ കൈനീട്ടമൊക്കെ തന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ആ ചായയൊക്കെ കുടിച്ചു. വിഷുവിന് ഞങ്ങളിത് ആ മാമ്പഴ പുളിശ്ശേരി ഏട്ട വെക്കുക. അപ്പോൾ അതിനായിട്ട് വെള്ളരിക്കും മാങ്ങയും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് അരച്ചൊഴിക്കാം കേട്ടോ. അരപ്പ് അരച്ചെടുക്കാനായിട്ട് ഞാൻ അരമുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് അരച്ചെടുക്കുമ്പോൾ ഞാൻ വെള്ളമല്ല കേട്ടോ ചേർത്തത്, പകരം മോരാണ് കേട്ടോ ചേർത്ത് അരച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ കറി തിളച്ചപ്പോൾ അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് തിളയ്ക്കുമ്പോൾ കടുകും കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ച് വറവിട്ടെടുക്കാം കേട്ടോ. കറിയിലേക്ക് ഞാനിത് ആ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഉപ്പേരി വയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്യാബേജാണ് കേട്ടോ. അപ്പോൾ അതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചു. ഒരു ചെറിയ സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല, അപ്പോൾ അതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ളത്. അപ്പോൾ ക്യാരറ്റും ക്യാബേജും കൂടിയിട്ടാണ് ഞാൻ കൊത്തി അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ചുള്ള ക്യാബേജ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അവസാനം ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. സവോളയും പച്ചമുളകൊക്കെ ഇതാ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡിയായി. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള വിഷുസദ്യ റെഡിയായി കേട്ടോ. അപ്പം മാമ്പഴ പുളിശ്ശേരി, പിന്നെ മോര്, അച്ചാർ, പപ്പടം, പിന്നെ നമ്മുടെ ക്യാബേജ് ഉപ്പേരി, ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സദ്യയൊക്കെ വിളമ്പിയിട്ടോ. ഏട്ടനൊക്കെ കഴിക്കൽ തുടങ്ങി. പൊന്നൂസ് കിടന്നൊന്ന് ഉറങ്ങിയിട്ട് അതിനിടയിൽ നേരത്തെ നീച്ച് കയറണം. പിന്നെ അവളതിനെ വാശി പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എഴുന്നേൽപ്പിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വിഷുസദ്യ കഴിച്ചു കേട്ടോ. ഞാനിതാ എൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അമ്മ വീട്ടിൽ നല്ല വിഷുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു. അമ്മ വീട്ടിൽ അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാമ്പഴപ്പുളിശ്ശേരി, കൂട്ടുകറി, കാളൻ, അവിയൽ, അച്ചാർ, ഇഞ്ചുംപുളി, രസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചുമോന് രസം വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊണ്ടുവന്ന് കൊടുത്തതാട്ടാ. അപ്പോൾ കിച്ചുമോന് ഇത് അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു. പൊന്നൂസും അമ്മിണി നല്ല കൂട്ടാട്ടാ. അപ്പോൾ പൊന്നൂസും അമ്മിണിക്കുട്ടീനെ ഒന്ന് ഒരുക്കി എടുക്കുകയാണേ. അവൾക്ക് മാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മ ഇങ്ങനെ ഇരുന്ന് ഓരോ കഥകളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. പിന്നെ ഞാനും അമ്മ ഉണ്ടാക്കി സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ അപ്പുറത്ത് കളിക്കണേ. പിന്നെ അത് അച്ഛനത് ഏട്ടൻ കൈനീട്ടൊക്കെ കൊടുത്തു കേട്ടോ. അമ്മയ്ക്കും അനിയത്തേക്കും അമ്മണിക്കുട്ടിക്കും കുഞ്ഞിനൊക്കെ കൈനീട്ടം കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അമ്മണിക്കുട്ടിയും കുഞ്ഞിനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കൈനീട്ടം മേടിക്കാനായിട്ട്. അപ്പോൾ ഇതാ അമ്മണിക്കുട്ടിക്ക് ഏട്ടൻ കൈനീട്ടം കൊടുക്കട്ടെ. അമ്മണിക്കുട്ടീനെ ആദ്യം വിളിച്ചപ്പോൾ അവൾക്ക് കൊടുക്കട്ടെ. അപ്പോൾ പൊന്നൂസ് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞിനും കൊടുത്തു. അപ്പോൾ കുഞ്ഞും കളിയൊക്കെ കഴിഞ്ഞ് കാണാൻ പോയിട്ട് ഒരു 7up മേടിച്ചു കൊടുത്തു. 7up കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ അച്ഛൻ വീട് പണിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടനോട് ചോദിച്ചു നോക്കട്ടെ, ഇനി എന്നാ പണി തുടങ്ങാമെന്നൊക്കെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നു കേട്ടോ. അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടാ. അപ്പോൾ അമ്മണിക്കുട്ടിക്കും കുഞ്ഞിനൊക്കെ ഒരുപാട് സങ്കടമായിട്ടാണ് നിൽക്കണത്. ഏട്ടന്മാരൊക്കെ പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ചാലിശ്ശേരി ഫേമസിൽ കയറിയിട്ടാ. അവിടുന്ന് ഇതാ ഷേക്ക് കുടിച്ചു കേട്ടോ. ഷാർജ ഷേക്ക് കേട്ടോ. പൊന്നൂസ് കുടിച്ചു. സ്നാക്സൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ സ്നാക്സൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് കണ്ണനും കിച്ചും പൊന്നൂസും ഒക്കെ ഒരേ ഷേക്ക് തന്നെ കേട്ടോ കുടിച്ചത്, ഷാർജ ഷേക്ക്. ഞാൻ ഇളനീരിൻ്റെ ഷേക്കാട്ടോ മേടിച്ചത്. ഏട്ടനും ഷാർജ തന്നെയാട്ടോ മേടിച്ചത്. അപ്പോൾ എൻ്റെ ഇളനീരിൻ്റെ ഷേക്ക് ഏട്ടൊന്ന് കുടിച്ചു നോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കുടിച്ചതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്തു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് ഇതാ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് തിരിച്ചപ്പോൾ അതാ ഒരു സ്കൂട്ടർ വന്നിട്ട് ഇടിച്ചു കേട്ടോ. ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി കുറച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വൈകുന്നേരത്ത് ഇതാ കുട്ടികൾ ഇതാ പടക്കും കമ്പിപ്പൂത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വിഷുവാഘോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ.